കേരളത്തിൻ്റെ സാമൂഹിക ഘടനയിലെ നിർണായകമായ ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നത്. പൊതുവിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ മാപ്പിള മുസ്ലിങ്ങൾ എന്ന നിലയിലും വിശേഷിപ്പിക്കുന്നത് കാണാം. കേരളത്തിൻ്റെ തീരങ്ങളിലെത്തപ്പെട്ട ഇസ്ലാമിക വിശ്വാസം ഇവിടെ ശക്തിപ്പെട്ടത് ആയുധങ്ങളിലൂടെയോ അധിനിവേശത്തിലൂടെയോ ഒന്നും ആയിരുന്നില്ലല്ലോ. സമുദ്രങ്ങൾ താണ്ടി വന്ന അറബി വ്യാപാരികളുടെ കച്ചവടവും അതിന് പൂർണ്ണ പിന്തുണ കൊടുത്ത കേരള ദേശങ്ങളിലെ രാജാക്കന്മാരും തമ്മിൽ സൃഷ്ടിക്കപ്പെട്ട ഊഷ്മളമായ ബന്ധം കേരളത്തിൻ്റെ തീരദേശങ്ങളിൽ പുതിയൊരു സംസ്കാരത്തിനും പുതിയൊരു സമൂഹത്തിനും തുടക്കം കുറിച്ചു എന്ന് പറയാം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ ഇസ്ലാം മതം കേരളത്തിൽ എത്തിയിരുന്നതായി പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്രകാരം ഒട്ടനവധി നൂറ്റാണ്ടുകളുടെ ചരിത്രവും ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് കേരള ചരിത്രത്തിനുണ്ട്. ഇസ്ലാം മതം അറേബ്യയ്ക്ക് പുറത്തേക്ക് പ്രചരിച്ച ആദ്യത്തെ പ്രദേശങ്ങളിൽ ഒന്നാണ് മലബാർ തീരം എന്നതിൽ തർക്കമേതുമില്ല. അപ്രകാരം വളരെയധികം നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇവിടെ രൂപം കൊണ്ട ഇസ്ലാമിക സമൂഹമാണ് മാപ്പിള മുസ്ലിങ്ങൾ എന്ന് പറയാം. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, കാർഷിക മേഖലകളിൽ നിർണായക സ്വാധീനം ചെലുത്തിയ മാപ്പിള മുസ്ലിം സമൂഹത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട കഥകൾ, ചരിത്രവും ഐതിഹ്യങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിലൂടെ കേരളത്തിൻ്റെ മാപ്പിള മുസ്ലിങ്ങളുടെ പൂർണ്ണ ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. പലതരം മുസ്ലിം വിഭാഗങ്ങളെ നമുക്ക് കാണാമെങ്കിലും കേരളത്തിലുള്ള മുസ്ലിങ്ങളെ പൊതുവിൽ മാപ്പിള മുസ്ലിം എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത് നാം ഇന്ന് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ മാപ്പിള എന്ന പേരിൻ്റെ ചരിത്ര വഴികൾ മുതൽ തന്നെ നമുക്ക് ഇത് പറഞ്ഞു തുടങ്ങാം. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ സൂചിപ്പിക്കുന്ന മാപ്പിള എന്ന വാക്ക് മാപ്പിള, മാപ്പിള്ള, മോപ്പിള എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് കാണാം. ഈ വാക്ക് എങ്ങനെ ഉണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി നിരീക്ഷണങ്ങളുമുണ്ട്. ചരിത്രപരമായ ഒരു സ്ഥിതിവിശേഷം കൂടി നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നൂറ്റാണ്ടുകൾ മുന്നേ അറബികൾ കച്ചവട ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ തീരങ്ങളിൽ വന്നു ചേർന്നു. കച്ചവടം എന്നതുകൊണ്ട് തന്നെയും ആ കാലത്ത് ഇന്ത്യൻ മേഖലകളിൽ നിന്ന് സമുദ്രസഞ്ചാരം അത്ര ഇല്ലാത്തതിനാലും ഈ അറബികൾക്ക് കേരളത്തിലെ രാജാക്കന്മാർ എല്ലാവിധ പിന്തുണയും നൽകുന്നു. ഇരു മേഖലകൾക്കും ലാഭം എന്ന നിലയിൽ ഈ കച്ചവട ബന്ധങ്ങൾ മുന്നോട്ടു പോകുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം അറബി സമൂഹം കേരളത്തിൻ്റെ മേഖലകളിലും ഇടപഴകാനും കലരാനും ആരംഭിക്കുന്നു. അപ്രകാരം അതൊരു സമൂഹമായി രൂപപ്പെടുന്നു. പൊതുവിലുള്ള ഒരു തുടക്കം എന്ന നിലയിൽ ഇതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാം. ഇപ്രകാരം രൂപപ്പെട്ട സമൂഹത്തിലെ ജനതയ്ക്ക് മാപ്പിള എന്ന വിശേഷണം പതിയെ വന്നുചേരുന്നു. അങ്ങനെയെങ്കിൽ അതിന് പല അർത്ഥങ്ങളുണ്ടാകാം. വിശദമാക്കാം. പൊതുവിൽ ഈ മാപ്പിള എന്നത് ബഹുമാന സൂചകമായ ഒരു സ്ഥാനപ്പേരായാണ് നൽകി വന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉദാഹരണങ്ങളുടെ ബലത്തിൽ തന്നെ വേണം അതിനെ വിശദീകരിക്കാൻ. മാപ്പിള എന്ന പേരിലെ പിള്ള എന്ന ഭാഗം നായർ സമുദായത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണല്ലോ. ക്രിസ്ത്യാനികൾക്കിടയിലും ബഹുമാന സൂചകമായി ഇത് ഉപയോഗിച്ചിരുന്നു. പണ്ട് കാലത്ത് മുസ്ലിം മാപ്പിളമാരെ ജോനക മാപ്പിള എന്നും ക്രിസ്ത്യൻ മാപ്പിളമാരെ നസ്രാണി മാപ്പിള എന്നും വേർതിരിച്ച് വിളിച്ചിരുന്നു. പിൽക്കാലത്ത് അല്ലെങ്കിൽ ആധുനിക കാലത്താണ് മാപ്പിള എന്ന വാക്ക് കേരളത്തിലെ മുസ്ലിങ്ങളെ മാത്രം സൂചിപ്പിക്കുന്ന ഒന്നായി മാറിയത്. ചുരുക്കിയാൽ വിദേശത്ത് നിന്നും വന്ന അതിഥികളെയും കുടിയേറ്റക്കാരെയും സ്വീകരിക്കാൻ കേരളത്തിലെ ജനത പൊതുവിൽ ചില പദങ്ങൾ ഉപയോഗിച്ചു എന്നും മാപ്പിള എന്ന പദം ഒടുവിൽ അങ്ങനെയായി മാറി എന്നും കാണാം. പണ്ടുകാലത്ത് മാപ്പിള എന്നത് മഹാ അഥവാ വലിയ, അതുപോലെ പിള്ള അഥവാ കുട്ടി എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് മാപ്പിള ഉണ്ടായത് എന്നാണ് ഒരു നിരീക്ഷണം. പഴയ കാലത്ത് കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയവർ മാന്യന്മാരും ധനവാന്മാരും ബഹുമാന്യരുമായതുകൊണ്ട് തന്നെ അവരെ മഹാനായ കുട്ടി അല്ലെങ്കിൽ വലിയൊരാൾ എന്നൊക്കെയുള്ള രീതിയിൽ വിശേഷിപ്പിച്ച് ഇവിടെയുള്ള സാധാരണ ജനത അവരെ ബഹുമാനപൂർവ്വം തന്നെ സ്വീകരിച്ചു. അവർ ഇവിടെ ഇടകലർന്നപ്പോൾ ഉണ്ടായ സമൂഹവും അതിലെ മക്കളുമൊക്കെ ഈ മാപ്പിള, അതിലെ പിള്ള അഥവാ കുട്ടി എന്ന നിലയിലും വിളികൾ വന്നിട്ടുണ്ടാവാം. മറ്റൊരു നിരീക്ഷണം മണവാളൻ അഥവാ മരുമകൻ എന്ന നിലയിലാണ്. അതായത് മാപ്പിള എന്നതിന് മണവാളൻ അല്ലെങ്കിൽ മരുമകൻ എന്ന വ്യാഖ്യാനം നൽകുന്നതാണിത്. നാം പുതിയ മാപ്പിള അഥവാ പുതിയാപ്പിള എന്ന പദം കേൾക്കാറുണ്ട്. തമിഴിൽ ഇന്നും ഭർത്താവിനെയോ വരനെയോ സൂചിപ്പിക്കാൻ മാപ്പിളൈ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ. കേരളത്തിൽ ഇന്നും പുതുതായി വിവാഹം കഴിഞ്ഞ മുസ്ലിം യുവാവിനെ പുതിയ മാപ്പിള എന്നാണ് വിളിക്കാറ്. വടക്കൻ മലബാറിലെ തറവാടുകളിൽ ജീവിക്കുന്ന മരുമക്കളെ ബഹുമാന്യരായ അതിഥികൾ എന്ന നിലയിൽ മണവാളന്മാരായി കണക്കാക്കുന്നു. അപ്രകാരം പഴയകാലത്ത് തദ്ദേശീയരായ സ്ത്രീകളെ വിവാഹം കഴിച്ച വിദേശികളെ സൂചിപ്പിക്കാൻ ഈ പദം
ബഹുമാന രീതിയിൽ ഉപയോഗിക്കുകയും പിന്നീടത് സ്ഥിരമാവുകയും ചെയ്തു എന്ന് പറയാം. മറ്റൊരു നിരീക്ഷണം അമ്മയും കുട്ടിയും എന്ന നിലയിലാണ്. അതായത് മാതാവ് എന്ന വാക്കിൻ്റെ ആദ്യ പദവും പിള്ളയും ചേർത്താണ് മാപ്പിള ഉണ്ടായത് എന്നാണ് അഭിപ്രായം. അതായത് മാതാവിൻ്റെ കുട്ടി എന്നത് തന്നെ പഴയകാലത്തെ വിദേശീയരായ അച്ഛന്മാർക്കും തദ്ദേശീയരായ അമ്മമാർക്കും ജനിച്ച കുട്ടികളെയാണ് ഈ രീതിയിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ ചിലർ മാപ്പിള എന്നത് അറബി ഭാഷയിൽ നിന്ന് വന്നതാണെന്ന നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മഹ്ഫിൽ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നൊക്കെയാണ്. മുസ്ലിങ്ങൾ അവരുടെ കൂട്ടായ്മകൾക്ക് ഈ പേര് ഉപയോഗിച്ചിരിക്കാം. ഇത് കേട്ട തദ്ദേശീയരായ നാട്ടുകാർ പതിയെ ഇവരെ മാപ്പിള എന്ന് വിളിച്ചതായാണ് ആ നിരീക്ഷണം. അതുപോലെ മറ്റൊരു പദമാണ് മുഫ്ലിഹ് എന്നത്. ഇതിന് കൃഷിക്കാരൻ അല്ലെങ്കിൽ ഐശ്വര്യമുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. വിദേശത്ത് നിന്ന് വന്ന മുസ്ലിങ്ങളെ അക്കാലത്ത് ഐശ്വര്യമുള്ളവർ എന്ന നിലയിൽ വിശേഷിപ്പിച്ചിരിക്കാം. അത് പിന്നീട് മാപ്പിളയായി മാറിയതാവാം. മറ്റൊരു പ്രധാനപ്പെട്ട വാക്കാണ് മുഅബർ എന്നത്. കടൽ കടന്ന് വന്നവൻ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. കടൽ കടന്ന് വന്നവർ എന്ന നിലയിൽ ഈ പേര് മലയാളത്തിലെത്തി പിന്നീട് മാപ്പിളയായി മാറിയതാകാം എന്നും നിരീക്ഷണങ്ങളുണ്ട്. പക്ഷേ മാപ്പിള എന്ന പേര് മുസ്ലിങ്ങൾക്ക് മാത്രം അല്ലായിരുന്നത് കൊണ്ട് തന്നെ ഇത് അറബി ഭാഷയിൽ നിന്ന് വന്നതാണെന്ന് പറയാനും സാധിക്കില്ല. തമിഴിലില്ലാത്ത മലയാളത്തിൽ വളർന്നു വന്ന ഈ പ്രയോഗത്തിൻ്റെ ഉത്ഭവം അതുകൊണ്ട് തന്നെ നിഗൂഢമാണെന്നും പറയാം. ഏതായാലും പഴയകാലത്ത് കേരളത്തിലെത്തിയ കേരളത്തിൽ സമൂഹത്തിൻ്റെ ഭാഗമായ വിദേശികളോടുള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടയാളമായി മാപ്പിള എന്ന പദം ഉയർന്നു വന്നു എന്ന് പറയാം. വിദേശത്ത് നിന്ന് വന്ന അതിഥികളെ കുടുംബത്തിലേക്ക് സ്വീകരിക്കാൻ നാട്ടുകാർ നൽകിയ ബഹുമതിയായിരുന്നു ഇത് എന്നുകൂടി പറയാം. ഇന്നുമുള്ള പുതിയ മാപ്പിള അല്ലെങ്കിൽ പുതിയാപ്പിള എന്നതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു കാലത്ത് വിവാഹം കഴിഞ്ഞൊരു പുരുഷനെ മഹാപിള്ള എന്നും വിളിച്ചിരിക്കാം. ഏതായാലും മാപ്പിള മുസ്ലിം ചരിത്രത്തിൽ മാപ്പിള എന്ന പദവുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. കാലങ്ങൾ മാറിയപ്പോൾ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗമായി മാപ്പിളമാർ മാറുകയുണ്ടായി. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ കേരളത്തിലെ മാപ്പിളമാരുടെ ജനസംഖ്യയുമൊക്കെയായി ബന്ധപ്പെട്ട 1850കൾക്കിപ്പുറമാണ് നല്ല രേഖകളൊക്കെ വന്നു തുടങ്ങിയത് എന്ന് കാണാം. കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും മാപ്പിളമാർ തന്നെയാണ്. അതല്ലാതെ കാനറ തീരത്ത് നിന്ന് വന്ന ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങളായ പഠാണികളും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൻ്റെ മേഖലകളിലേക്ക് കുടിയേറിയ റാവുത്തർമാരും വ്യാപാരത്തിനായി കേരളത്തിലെത്തിയ ഗുജറാത്തി മുസ്ലിങ്ങളായ ബോറ ഗുജറാത്തിയുമൊക്കെ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇവരൊഴികെ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയും മിക്കതും മാപ്പിളമാരാണ് എന്ന് കാണാം. കേരളത്തിൽ പ്രധാനമായും മലബാർ മേഖലയിൽ മാപ്പിളമാർ കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കാണാം. കേരളത്തിന് പുറത്തുള്ള പലയിടത്തും ഇവർ പാരമ്പര്യമായി ജീവിക്കുന്നുമുണ്ട്. അതുപോലെ മറ്റു ദൂരെയുള്ള സംസ്ഥാനങ്ങളിലും അയൽ രാജ്യങ്ങളിലുമൊക്കെ ഈ സമൂഹം കുടിയേറിയിട്ടുമുണ്ട്. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു തുടങ്ങുന്നത് 1871 മുതലൊക്കെയാണ്. അപ്രകാരം കണക്കുകൾ പരിശോധിക്കുമ്പോൾ പൊതുവായ ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടുതലായാണ് മാപ്പിള ജനസംഖ്യ വർദ്ധിച്ചത് എന്ന് കാണാം. ഉദാഹരണത്തിന് ചരിത്രപരമായി നോക്കിയാൽ മദ്രാസ് പ്രസിഡൻസി കാലഘട്ടത്തിൽ 1891 മുതൽ 1941 വരെയുള്ള 50 വർഷ കാലയളവിൽ മദ്രാസ് പ്രസിഡൻസിയിലെ പൊതുജനസംഖ്യ 46% വർദ്ധിച്ചപ്പോൾ മാപ്പിള ജനസംഖ്യ 89% വർദ്ധിച്ചതായി കാണാം. 1961 മുതൽ 1971 വരെയുള്ള കാലത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ 37%, ഹിന്ദുക്കൾ 23%, ക്രിസ്ത്യാനികൾ 25% വർദ്ധിച്ചതായി കാണാം. മുസ്ലിം ജനവിഭാഗം കൂടുതലായി മലബാർ മേഖലയിൽ കേന്ദ്രീകരിച്ചതുകൊണ്ട് തന്നെ മേഖലാപരമായി നോക്കുമ്പോൾ ഈ വളർച്ചാ വ്യത്യാസം കൂടുതലുമായിരിക്കും. 1971-81 കാലഘട്ടത്തിൽ മുസ്ലിം ജനസംഖ്യ 32% വർദ്ധിച്ചപ്പോൾ ഹിന്ദു മേഖല 19%, ക്രിസ്ത്യൻ മേഖല 21% വർദ്ധിച്ചു. കാലം കടന്ന് 1991-2001 കാലത്ത് ഹിന്ദുക്കൾ 7.3% വർദ്ധിച്ചപ്പോൾ മുസ്ലിങ്ങൾ 16%, ക്രിസ്ത്യാനികൾ 7% വർദ്ധിച്ചു. 2001-2011 കാലത്ത് ഹിന്ദുക്കൾ 2.23%, മുസ്ലിം 12.84%, ക്രിസ്ത്യാനികൾ 1.38% വർദ്ധിച്ചതായി കാണാം. ജനസംഖ്യാ വർധനവിലെ ഘട്ടം ഘട്ടമായുള്ള കുറവും ഇവിടെ നമുക്ക് ദൃശ്യമാകും. ചരിത്രം പറയുന്നത് കൊണ്ട് തന്നെ കണക്കുകൾ ലഭ്യമായ 1900 കാലഘട്ടമൊക്കെ എടുത്താൽ നേരത്തെയുള്ള വിവാഹങ്ങളും വലിയ കുടുംബങ്ങളെ സ്വീകരിക്കുന്ന രീതിയും മുസ്ലിം ജനസംഖ്യാ വർധനവിന് ഒരു കാരണമായി പറയാം.
20-ാം നൂറ്റാണ്ടിന് മുന്നേയൊക്കെ മതപരിവർത്തനം ഒരു ഘടകമായി പറയാമെങ്കിലും പിന്നീട് ജനന നിരക്ക് തന്നെയാണ് പ്രധാനമെന്ന് കാണാം. മറ്റ് മതവിഭാഗങ്ങളെ അപേക്ഷിച്ച് ആദ്യകാലങ്ങളിൽ കുടുംബാസൂത്രണ പദ്ധതികളോട് മാപ്പിളമാർ കുറഞ്ഞ താല്പര്യമാണ് കാണിച്ചത് എന്നും പറയാം. കേരളത്തിൽ മാപ്പിളമാരുടെ ചരിത്രമെന്നത് ഒട്ടനവധി നൂറ്റാണ്ടുകളുടെ സവിശേഷമായ കേരള ചരിത്രം കൂടിയാണല്ലോ. അവരുടെ ഭാഷയും ജീവിത രീതികളും ചിന്താഗതിയും ഒക്കെ കേരളത്തിൻ്റെ മണ്ണുമായി ചേർന്നുള്ള സവിശേഷതകളാൽ രൂപപ്പെട്ടതാണ്. കേരളത്തിലെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക വ്യവസ്ഥകളുടെ നിർണായക ഘടകമായി കൂടി മുസ്ലിം സമൂഹം നിലനിൽക്കുന്നു എന്നും പറയാം.